ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം പത്മോസ് ദ്വീപിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ ഇപ്രകാരം പറയുന്നു: ഞാൻ പുതിയ ഒരാകാശവും പുതിയ ഭൂമിയും കണ്ടു. പഴയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം ഞാൻ കേട്ടത്: ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, ദൈവം അവരോട് കൂടെ വസിക്കും, അവർ ദൈവത്തിൻ്റെ ജനം ആയിരിക്കും. ദൈവമായി അവരോട് കൂടെ, ദൈവമായ അവരോട് കൂടെ വസിക്കും. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. അവർക്ക് ഇനി കഷ്ടതയോ സങ്കടമോ നിലവിളിയോ ഉണ്ടാവുകയില്ല. ഞാൻ സിംഹാസനത്തിൽ നിന്ന് പിന്നെയും ശബ്ദം കേട്ടത് സംഭവിച്ച് തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും ആകുന്നു. ദാഹിക്കുന്ന ഏവനും ഞാൻ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായിരിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. ഇനി 8-ാം വാക്യം പറയുന്നതിങ്ങനെയാണ്: ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബ ആരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. ഇത് 2-ാമത്തെ മരണം. പ്രിയമുള്ളവരെ, ദൈവം എല്ലാ ആളുകളെയും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല. ഈ ലോകമാകുന്ന പോർക്കളത്തിൽ ദൈവത്തിന് എതിരായിട്ടുള്ള എല്ലാറ്റിനെയും ജയിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയുള്ളൂ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം അവന് വാഗ്ദത്തം ചെയ്ത ജീവ കിരീടം അവന് കൊടുക്കും. പരീക്ഷ സഹിക്കാതെയും അതിനെ ജയിക്കാതെയും എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ നിത്യജീവൻ ലഭിക്കുമെന്നുള്ള മിഥ്യാധാരണ നമ്മൾ ഉപേക്ഷിക്കണം. ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും, എന്നാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു നാളും മാറ്റമില്ല. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. അല്ലാത്തവരെല്ലാം നിത്യനരകാഗ്നിയിൽ പോകുമെന്ന് ദൈവം
വളരെ വ്യക്തമായി നമ്മൾ അരുളി ചെയ്തിട്ട് വിപരീതമായതൊന്നും സംഭവിക്കുകയില്ലല്ലോ. അങ്ങനെ ഇതെല്ലാവർക്കും സാധിക്കും. ജീവിതത്തിൽ എല്ലാ കാലവും വിശുദ്ധിയും വിശ്വസ്തതയും വിശ്വാസവും പ്രത്യാശയും ഉത്സാഹവും ഒക്കെ മുറുകെ പിടിച്ച് ജീവിക്കുക. ഏതെല്ലാം അനുകൂല സാഹചര്യം ഉണ്ടായാലും യാതൊരുവിധ പാപക്കെണികളിലും മനുഷ്യൻ ചെന്ന് പെടരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിന് ഏതെങ്കിലും പാപത്തിൽ വീണിട്ട് ന്യായം പറഞ്ഞതുകൊണ്ട് പ്രയോജനം ഇല്ല. ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ വിധം വിശുദ്ധിയോടെ ജീവിക്കുന്നുവെന്ന് അല്ലെങ്കിൽ ജീവിച്ചുവെന്ന് ഉറപ്പ് വരുത്താത്ത യാതൊരു മനുഷ്യനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ഇല്ല. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തത ചെയ്ത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഓരോരുത്തരും ഒരുങ്ങുക. ഭൂരിഭാഗം ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയെ ആ കൂടെ ചേർന്ന് ചെയ്തിട്ട് ഞാൻ അവരോട് കൂടി ചെയ്തുവെന്നോ പാരമ്പര്യം സാഹചര്യമൊക്കെ എന്നെ അതിനായി പ്രേരിപ്പിച്ചുവെന്നോ നിർബന്ധിച്ചുവെന്നോ പറയാതെ ദൈവവചനം എന്തു പറയുന്നോ അതനുസരിച്ച് ജീവിച്ചാൽ ജയം പ്രാപിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.